മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവായ ലാലേട്ടനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ എമ്പുരാൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം. ഇപ്പം ഭയങ്കര രീതിക്കാണ് ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു പഴയ ആ ഒരു സ്റ്റാർഡും അതേപോലെ തന്നെ ആ ഒരു പഴയ ഒരു ഫോമിലേക്ക് ആൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ലിയോയുടെ ആ ഒരു FD കളക്ഷനൊക്കെ പ്രീ സെയിലിൽ തന്നെ തൂക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. നല്ല രീതിക്കാണെങ്കിൽ ഇപ്പം ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെയാണ് റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചെറിയ സംഭവങ്ങളൊന്നുമല്ല, ഇന്ത്യയിൽ ലെവലിലാണ് റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം എന്താ സൽമാൻ ഖാനൊക്കെ ചെക്ക് വെക്കുന്ന രീതിക്കാണ് ഇപ്പം ഹിന്ദിയിലാണെങ്കിലും ഇതിൻ്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിക്കന്ദറിനേക്കാളും ഒക്കെ നല്ല രീതിക്ക് ബുക്കിംഗ് നടക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. എന്തായാലും ഈ പടം ഒരു വേറെ റേഞ്ചിലുള്ള ഒരു സാധനമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ ആ ലാലേട്ടൻ്റെ കാര്യം നമുക്കറിയാം. ലാലേട്ടൻ്റെ ഇതിന് മുമ്പത്തെ ചിത്രങ്ങളാണെങ്കിൽ ഒട്ടും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഒന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എമ്പുരാൻ്റെ വരവോടുകൂടി ബോക്സ് ഓഫീസിൻ്റെ അടിവേര് വരെ ഇളകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അമ്മാതിരി ഐറ്റമാണ് വരാൻ പോകുന്നത്. നമ്മൾ ആ പണ്ട് മിസ് ചെയ്ത ആ ഒരു ലാലേട്ടനെ ആ ഒരു ഫുൾ പവറോടുകൂടി നമുക്ക് ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ ട്രെയിലറിൽ തന്നെ അത് വ്യക്തമായിരുന്നു ആളെ ഏത് രീതിക്കാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ. അപ്പം ഇനിയും വരുന്ന നാളുകളിലും ആ ഒരു ഭരണം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാകുന്നത്. കാരണം ഇപ്പം നമ്മൾ പുലിമുരുകൻ്റെയൊക്കെ കാര്യം അറിയാം. പുലിമുരുകനൊക്കെ ഇവിടെ വന്ന് ഉണ്ടാക്കിയ ഓളം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു സമയത്തും എനിക്ക് തോന്നുന്നില്ല വെളിയിലോട്ട് ഇത്രത്തോളം സിനിമകൾ പോയിരുന്നില്ല. എന്നിട്ട് പോലും ലാലേട്ടൻ്റെ ഒറ്റ പേര് ആ ഒരു പേരിൻ്റെ പവർ കാരണമാണ് ആ സിനിമ കയറിയത്. കഥയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊണ്ട് മാത്രമാണ് ആ പടം ആ ഒരു റേഞ്ചിൽ കയറിയത്. അപ്പം ഇപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എമ്പുരാനാണെങ്കിലും ലൂസിഫറിനെ കാട്ടിലും വലിയൊരു ഹിറ്റാകാൻ എന്തുകൊണ്ട് സാധ്യതയുള്ളൊരു ചിത്രം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ ₹1 പോലും പ്രതിഫലം മേടിക്കാതാണ് ഈ സിനിമയിൽ അഭിനയിച്ചതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ഒരു പാഷനും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി മാത്രമേ നമുക്കത് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വേറെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി വല്ലതും ആണെങ്കിൽ വലിയ സിനിമയാണെങ്കിൽ 100 കോടി ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിൽ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടർ ആണെങ്കിൽ അതിനെ അനുസരിച്ചുള്ള തുകയായിരിക്കും അവരുടെ ഇതായിട്ട് സാലറി ആയിട്ട് മേടിക്കുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ലാലേട്ടൻ ₹1 പോലും മേടിക്കാതെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സിനിമയുടെ ലൊക്കേഷൻ ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെന്നും അവിടെ എല്ലാം യാത്ര ചെയ്തും ഒക്കെയാണ് പുള്ളി ചെയ്തത്. അതും ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടെ നല്ല റിസ്കി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. നമ്മളത് ചുമ്മാതെ വിളിക്കുന്നതല്ല, പുള്ളിക്കാരൻ്റെ ഒരു അഭിനയത്തിൻ്റെ റേഞ്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ചില പിള്ളേരൊക്കെ കളിയാക്കുമെങ്കിലും നമുക്കറിയാം നമ്മൾ പണ്ട് കണ്ട ആ ഒരു ലാലേട്ടൻ ഏതായിരുന്നു നമുക്കറിയാം. അപ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് പുള്ളിക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈ ഒരൊറ്റ സിനിമ മാത്രം മതി. ഇപ്പം നമ്മൾ എമ്പുരാൻ സിനിമയിലൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയത് 3 മിനിറ്റ് 50 സെക്കൻഡുള്ള ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ ഞെട്ടി. ശരിക്കും ഒന്നും അല്ല, അതൊക്കെ ഒരു ചെറിയൊരു ഡോസാണ്. ഇതിനേക്കാളും വലിയ സാധനമാണ് ആ പടം എന്ന് പറയുന്നത്. ആ സിനിമയിൽ നമ്മുടെ ദീപക് ദേവിൻ്റെ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇറങ്ങിയ ട്രെയിലറിലൊക്കെ ഒന്നും ഇല്ലെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയും മൊത്തം അദ്ദേഹം ഭയങ്കരമായിട്ടാണ് മ്യൂസിക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ബ്ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ സീൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റ് ചെയ്യുന്ന സീൻസൊക്കെ അതൊക്കെ ശരിക്കും ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതിലത് VFXും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല. പിന്നെ ഒത്തിരി ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ലാലേട്ടനാണെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ലാലേട്ടൻ ഈ ഒരു ഏജിൽ അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ സിനിമ എന്തോ ഒരു സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ അന്നേരം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം പൃഥ്വിരാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സിനിമയെ. അദ്ദേഹത്തിൻ്റെ വർക്കിലും അതേപോലെ തന്നെ ലാലേട്ടൻ ചെയ്തു വെച്ചതിലും 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ഈ സിനിമ ഉറപ്പായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ഓഫീസിൻ്റെ അടിവേര് ഇളക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എമ്പുരാൻ എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു ബോക്സ് ഓഫീസിലുള്ള ആ ഒരു അടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആ ഒരു അടിയിൽ ഇന്ത്യൻ സിനിമ തന്നെ കുലുങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിലും എപ്പോഴും പറയുന്നതിലുള്ള ഒരു കാര്യമാണ്, അങ്ങേര് മുണ്ടും മടക്കി കുത്തി നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഏത് ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.